ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത ഘട്ടം മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടി നേരിടാൻ ഇതൊരു വലിയ ഫാക്ടർ ആയിരുന്നു, ഈ പറഞ്ഞ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുൻപ് ഈ പറഞ്ഞ പത്മകുമാറിനെതിരെ ഒരു നടപടി എടുക്കാൻ പാർട്ടി തീരുമാനമെടുക്കുന്നു, അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം നടപടിയെടുക്കാത്ത പത്മകുമാറിനെതിരെ ഇപ്പോൾ നടപടിയെടുക്കുന്നത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കാരണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരു നാണംകെട്ട തോൽവിയിലേക്ക് എത്തരുത് എന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കുമോ? അതായത് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ അറസ്റ്റിലാകുന്നു. സ്വാഭാവിക ജാമ്യം കിട്ടി പത്മകുമാർ ഉൾപ്പെടെ വാസു ഉൾപ്പെടെ ആരൊക്കെ അറസ്റ്റിലായിരുന്നു അവരെല്ലാം പുറത്തു വരുന്നു. അപ്പോൾ പത്തനംതിട്ടയിൽ ഈ കഴിഞ്ഞ ദിവസം പാർട്ടി എടുത്ത ഒരു തീരുമാനം, പത്തനംതിട്ടയിൽ പാർട്ടി അദ്ദേഹത്തിന് ഈ നാളിതുവരെ പാർട്ടി സെക്രട്ടറി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റപത്രം വരട്ടെ, നമ്മൾ വേണ്ട തീരുമാനമെടുക്കാം എന്നിങ്ങനെ ഒരു സ്റ്റാൻഡിലാണ് ഗോവിന്ദൻ പോയത്. അപ്പോൾ കുറ്റപത്രം ഇതുവരെ വന്നിട്ടില്ല, ഫൈനൽ കുറ്റപത്രം ഇതുവരെ കോടതിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫൈനൽ കുറ്റപത്രം വരുന്നതിന് മുമ്പ് പത്മകുമാറാണ് ഈ കണ്ട കാരണങ്ങളെല്ലാം, എല്ലാത്തിനും കാരണം പത്മകുമാറാണ് എന്ന് പൊതുസമൂഹത്തിൽ നിൽക്കുന്നു. രാഷ്ട്രീയ എതിരാളികൾ പത്മകുമാറിനെ എന്തുകൊണ്ട് നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല, ഞങ്ങൾ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, പാർട്ടിക്ക് ഇപ്പോൾ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അല്ല, ജില്ലാ കമ്മിറ്റിയാണ്. അപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി തന്നെ ഒരു നോട്ടീസ് അയക്കുകയാണ്. എന്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇൻവോൾവ്മെന്റ്, നിങ്ങൾ ഇതിൽ എന്ത് തെറ്റാണ് ചെയ്തത്, നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം, നിങ്ങൾ എന്താ ചെയ്തത്. പത്മകുമാർ പാർട്ടി സഖാവ് പത്മകുമാർ ഇതിന്റെ വിശദീകരണം തന്നെ. അതെ, ഇപ്പൊ പത്മകുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ ഇടതുപക്ഷ അനുകൂലികളെല്ലാം ആദ്യമേ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് പോലെയല്ല, CPM-ൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിലൂടെ അത് കടന്നു പോവുകയും അത് പുറത്താക്കുകയും ചെയ്യും. ഇപ്പോൾ അദ്ദേഹം ആരോപണ വിധേയൻ മാത്രമാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നാളെ ഒരു കാലത്ത് തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ പാർട്ടിക്കാവില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രൊസീജിയറിലൂടെ കടന്നു പോകട്ടെ എന്നുള്ളൊരു നിലപാടായിരുന്നു ഇടതുപക്ഷ അനുകൂലികൾ ചെയ്തിരുന്നത്. പക്ഷെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഇത്രയും വൈകി എന്നുള്ളതാണ്. അതെ, അല്ല, അതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ, ഇപ്പൊ മേഘ തന്നെ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് കയറി ഈ പാർട്ടിക്ക് ഒരു നടപടി എടുക്കാൻ കഴിയില്ല. ഒന്ന് സ്വർണ്ണക്കൊള്ള, പാർട്ടി CPM, ഇത് പത്മകുമാർ മാത്രമല്ല ചെയ്തത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പേര് വരെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ പത്മകുമാർ അറസ്റ്റ് ചെയ്ത സമയത്ത് ആദ്യം പറഞ്ഞു ദൈവതുല്യനായി കാണുന്നവർ വരെ ഞാൻ ഇതിലുണ്ട് എന്ന് പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ ചിത്രത്തിൽ വന്നിട്ടില്ല. പല കുരുക്കുകൾ നോക്കുമ്പോൾ കടകംപള്ളി രക്ഷപ്പെട്ട് പോവുകയാണ്. നമ്മൾ ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരു കമ്മിറ്റിയിലെ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അതിനപ്പുറമായിരിക്കാം, പക്ഷേ ഇതിനകത്തുള്ള വിഷയം ഓരോരുത്തരും വ്യക്തികളുമാണല്ലോ. പാർട്ടി എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു ആവരണം അവർക്കുണ്ടെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആണല്ലോ. അപ്പൊ ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ പത്മകുമാറിന് ഒരുപാട് പേരുദോഷം ഉണ്ടായി. പത്മകുമാറിനെ ആരാണ് അവിടെ ഈ പറയുന്ന രീതിയിൽ ആക്കിയത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ആരാണ്? പിണറായി വിജയൻ കൂടെ നേരിട്ട് ഇടപെട്ടാണ് ആക്കുന്നത്. കാര്യം അദ്ദേഹം ഒരു തവണ MLA ആയി കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു, അദ്ദേഹം തോറ്റു കഴിഞ്ഞപ്പോൾ ഭരണം വന്നു, അദ്ദേഹം തോറ്റു, ഭരണം വന്നു, അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷകർത്തൃത്വം ഓട്ടോമാറ്റിക്കലി പിണറായി വിജയനും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന നോട്ടീസ് പാർട്ടി അയച്ചിരിക്കുന്നത്. അപ്പോൾ പാർട്ടി നോട്ടീസ് കൊടുക്കുമ്പോൾ അദ്ദേഹം വിശദീകരണം കൊടുക്കും. വിശദീകരണം എന്താ ചോദിച്ചെന്നറിയോ? എന്നെ ഇത്തരത്തിൽ ബ്ലെയിം ചെയ്യുമ്പോൾ കടകംപള്ളിയോടൊപ്പം നിൽക്കുന്ന പടമുണ്ട്, ആരുടെ? ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുടെ. അതുപോലെ തന്നെ വേറെ ആരുടെയൊക്കെ പേര് ആരോപണ വിധേയമായിട്ടുണ്ട്, അവരുടെ ഒപ്പം എല്ലാം അടൂർ പ്രകാശിന്റെ ഒപ്പം ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. എൻ്റെ പടത്തിനൊപ്പം ഇല്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ കത്തിൽ പറയുന്നുണ്ട്, എന്നെ ഇനിയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണം, എന്നെ നിങ്ങളൊന്നും ചെയ്യരുത് എന്ന രീതിയിൽ അദ്ദേഹം ഒരു ക്ഷമാപണം കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സംസാര വിഷയം എന്ന് പറയുന്നത് ഈ പാർട്ടി നടപടിയിൽ ഇത്ര പെട്ടെന്നൊരു തീരുമാനം പാർട്ടി എടുക്കുന്നതിന്റെ കാരണം എന്ത്? കാര്യം കുറ്റപത്രം വരട്ടെ എന്ന് ഗോവിന്ദൻ പറയുകയും ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ നോട്ടീസ് കൊടുക്കുകയും അദ്ദേഹത്തിൽ നിന്ന് അത് കാരണം ചോദിച്ച് എഴുതി വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ പത്തനംതിട്ടയിലെ ഒരു പ്രമുഖ നേതാവാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ നടപടിക്ക് ആക്കം കൂട്ടിയത് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് സംശയിക്കാനൊന്നുമില്ല. പാർട്ടി സെക്രട്ടറി എന്തായാലും പറയില്ല. ഈ പറയുന്ന രാജു അബ്രഹാമും ഫോട്ടോയിലുണ്ട്, ആരുടെ കൂടെ? കടകംപള്ളിക്കൊപ്പവും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം രാജു അബ്രഹാമിന്റെ പേരുണ്ട്. രാജു അബ്രഹാമാണ് ജില്ലാ സെക്രട്ടറി. അപ്പം എന്തായാലും രാജു അബ്രഹാമായിട്ട് യുവ നേതാവ് രാജു അബ്രഹാം ആകാൻ വഴിയില്ല. എന്റെ സംശയം അവിടുത്തെ MLA കോന്നി MLA ആകാനാണ് സാധ്യത. കോന്നി MLA ജിനേഷ് കുമാർ ആകാനാണ് സാധ്യത. കാര്യം കോന്നി MLA ഭയപ്പെടുന്നുണ്ട്. അടൂർ പ്രകാശ് ഒരുപക്ഷെ അവിടെ മത്സരിച്ചാലോ? അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വേറെ ആര് പറയാനാണ്? ഉദയഭാനുവാണ് പഴയ ജില്ലാ സെക്രട്ടറി. ഉദയഭാനു ഒന്നും പറയത്തില്ല, കാര്യം അവരെയൊക്കെ ഒതുക്കി.
ഉദയഭാനുവിനെ ഒതുക്കി വേറെ ഉള്ളവരെയൊക്കെ പഴയ ജില്ലാ കമ്മിറ്റിയൊക്കെ ഒതുക്കിയിട്ടാണ് ഇപ്പൊ രാജു അബ്രഹാം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. രാജു അബ്രഹാം എന്തായാലും പറയില്ല. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇടപെട്ടിരിക്കുന്ന ഒരു യുവ നേതാവ് ഇലക്ഷൻ അടുത്തു വരുന്നു. ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ പത്തനംതിട്ടയിൽ ആകപ്പാടെ ഈ പത്മകുമാറിന്റെ പേരുദോഷം കൊണ്ട് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നൊരു പ്രതീതി ഉണ്ടാവും. അപ്പൊ പാർട്ടിക്ക് ചെയ്തേ പറ്റുള്ളൂ. അതെ, ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഇപ്പോൾ ഉള്ള സാഹചര്യം അങ്ങനെ പോവുകയാണെങ്കിൽ ഇടതുപക്ഷം നേരിടാൻ പോകുന്ന ഒരു നാണം കെട്ട തോൽവിയായിരിക്കാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം കുറച്ചുകൂടി വലുതായിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. മാധ്യമങ്ങൾ അതിന്റെ കവറേജ് കുറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ വ്യൂവർഷിപ്പിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അത് ഇടതുപക്ഷത്തുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പിണറായി സർക്കാർ ഇരുന്ന കാലത്താണ് ഇത് സംഭവിച്ചത്. മന്ത്രിമാർക്കും അതുപോലെ തന്നെ മറ്റു പലർക്കും ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം ഈ പറഞ്ഞ ജനങ്ങളെല്ലാം അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞെട്ടലിന്റെ ഒരു ഫാക്ടർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതൊരു ചർച്ചാ വിഷയമാകാത്തതും അതിന് വ്യൂവർഷിപ്പ് ഇല്ലാത്തതും. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പലരും ഈ വിഷയം അങ്ങ് വിട്ടുകളയാണ്. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ പൊറ്റിയെ കയറ്റി എന്നൊരു ഗാനം വരികയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്യാമ്പയിൻ ഒക്കെ തുടങ്ങിയാൽ മാത്രമേ ഇത് വീണ്ടും ഒരു സജീവ വിഷയമായി മാറുകയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അല്ല മേഘ, അതാണ് ഞാൻ ഇടയ്ക്ക് പറയാൻ വേണ്ടി വന്നത്. അതായത് ഇപ്പോൾ വരുന്നൊരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മേഘ തന്നെ പറഞ്ഞു ഈ CPM പോറ്റിയെ കയറ്റിയെ ആ പാട്ട് തദ്ദേശ ഇലക്ഷനിൽ വന്നു. അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനാണ് കൊടിമരത്തിലേക്ക് പോയത്. കാര്യം ഒരു ത്രാസിൽ ഒരു ഭാഗം മാത്രം താന്നി നിൽക്കാൻ പാടില്ല. കോൺഗ്രസിന്റെ ഭാഗവും ഇവരെ കയറി പിടിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വെയിറ്റ് ഒരേപോലെയായി. അപ്പോൾ അതിന് വെയിറ്റ് ഒരേപോലെ ആരോപണം രണ്ടുപേരും കൂടെ വീതിച്ചെടുത്തു. അങ്ങ് KC വേണുപോലെ വരെ പോയി. CPM ബുദ്ധിയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അവസാനം CPM ബുദ്ധി ഇവിടെ കൊടിമരത്തിൽ ചെന്ന് നിൽക്കുക. ഇനി വരാൻ പോകുന്നത് എൻ്റെ കേട്ടറിവ്, എൻ്റെ അടുത്ത് ചില മാധ്യമപ്രവർത്തകർ പറഞ്ഞ് ഇപ്പോൾ അവസാനം ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പിണറായിയുടെ പോലീസ് നമ്മുടെ അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് പോകും. കൊടിമര വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് മേൽ കനത്ത ആരോപണങ്ങൾ കൊണ്ടുവയ്ക്കാനുള്ള ഒരു ഗൂഢ നീക്കം നടക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിനെതിരെ നമ്മൾ ഇതെല്ലാം നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കേരള രാഷ്ട്രീയമാണ്. വരുന്ന ദിവസങ്ങൾ നിർണായകമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ആദ്യവാരത്തോടുകൂടി ഇലക്ഷൻ ഉണ്ടാകും. ഇതിനു മുൻപ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മൗനം പാലിക്കുന്നുണ്ട്. ഇതെല്ലാം നേരെ തിരിഞ്ഞ് കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ തന്നെയാണ് പോകാനും പോകുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ മാർച്ച് 31 കുറ്റപത്രം കൊടുക്കുന്നത്. SITയുടെ കുറ്റപത്രം പോകുന്ന മാർച്ച് 31. ആ കുറ്റപത്രത്തിൽ ഒരു വലിയ പടക്കുണ്ടാവെന്ന് പറയുന്നത്, വലിയൊരു ബോംബ് പൊട്ടുന്നൊരു ബോംബുണ്ടെന്നാണ് പറയുന്നത്. ഇതിപ്പോ പോറ്റി നമ്മൾ ഇദ്ദേഹം പുറത്തിറങ്ങിയല്ലോ, തന്ത്രി പുറത്തിറങ്ങിയാലും തന്ത്രിയെ പൂട്ടാനുള്ള സാധനം അതിലുണ്ട് എന്നാ പറയുന്നത്. ഇത് നമ്മളോട് പറയുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. പത്തനംതിട്ട തന്നെ ജോലി ചെയ്യുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകർ ഷെയർ ചെയ്യുന്നതാണ്. ഇതേപോലെ അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഒന്ന് മാത്രം പറഞ്ഞു വെക്കാം. ശബരിമലയിൽ CPM ഉണ്ടായിരുന്ന പേരുദോഷം അവർ ഭയക്കുന്നുണ്ട്. CPM തന്നെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ പ്രൊട്ടക്ട് ചെയ്ത പാർട്ടി സംസ്ഥാന ഘടകം അറിഞ്ഞിട്ടില്ല. ഈ നോട്ടീസ് ജില്ലാ ഘടകം പത്മകുമാറിന് നൽകി. കാര്യം അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗത്തിന് കത്ത് കൊടുക്കേണ്ട ആ ഘടകത്തിന് തന്നെയാണ്. പക്ഷെ അനുവാദം സംസ്ഥാന കമ്മിറ്റി ഇരുന്നെങ്കിലും വേണം. അപ്പോൾ സംസ്ഥാന കമ്മിറ്റി പോലും അറിയാതെ ജില്ലാ കമ്മിറ്റി പത്മകുമാറിന് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. വിശദീകരണം ചോദിക്കുമ്പോൾ CPM ഭയക്കുന്നുണ്ട്. CPM ശബരിമല വിഷയം ഒരിക്കൽ കൂടി തിരിച്ച് ബൂമറങ്ങായി തങ്ങൾക്ക് വരുമോ എന്നവർ ഭയക്കുന്നുണ്ട്.